ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് വചനം പറയാനൊന്നുമല്ല, ശുദ്ധീകരണ സ്ഥലത്തിലെ അനുഭവം പറയാനുമല്ല. ഞാൻ വന്നത് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനാണ്. നമുക്ക് അറിയാം, 2025 അവസാനിക്കാറായി. ഒരു വർഷം അങ്ങനെ കടന്നുപോയി. നമ്മുടെ കല്ലറയിലേക്കുള്ള ദൂരം ഒരു വർഷം കൂടെ കുറഞ്ഞു. കാത്തിരിക്കുന്നവർക്ക് അത് സന്തോഷമാണ്, ഒരു വർഷം കൂടെ പോയി കിട്ടിയല്ലോ. എന്നാൽ കല്ലറയെ ഭയപ്പെടുന്നവർക്ക് ഇത് വലിയ സങ്കടമാണ്. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് പറഞ്ഞു വെച്ചു ജെറമിയ 29:11, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിന് തന്നെയാണ് എന്ന്. ഈ വചനമാണ് എന്നെ ഇത്രയും വർഷം 25 വർഷമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതും ആ സമയത്ത് ഞാൻ പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേട്ടതും അതിനുശേഷം എൻ്റെ ചുമരിന്മേൽ ഞാൻ കണ്ട സ്വർണ്ണത്തിളക്കമുള്ള വചനം ഇതായിരുന്നു, ജെറമിയ 29:11. ഞാൻ അതെല്ലാം വീഡിയോയിൽ പങ്കുവെച്ചിട്ടുണ്ട്. ആ ഒറ്റ വചനമാണ് എന്നെ ഇന്നും നിലനിർത്തുന്നത്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ചാണ് പദ്ധതി, നിനക്ക് നിന്നെക്കുറിച്ച് പദ്ധതി വേണ്ട. സൃഷ്ടാവായ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല. കാരണം നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ, നീ എൻ്റെ സൃഷ്ടിയല്ലേ. നിനക്ക് ഉപദ്രവകരമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? ഞാൻ അന്ന് കേട്ട സ്വരം ആദ്യവും അവസാനവുമായിട്ട് പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേട്ടതാണ്. മോളെ, നിനക്ക് നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം, കാരണം ഞാനാണ് നിന്റെ സൃഷ്ടാവ്. ഈ ഒരു വാചകം എന്നെ വല്ലാതെ സ്പർശിച്ചതാണ്. കാരണം നമുക്ക് നമ്മുടെ ജീവൻ വേണമെങ്കിൽ വേണ്ട എന്ന് വയ്ക്കാം, കാരണം നമ്മളല്ലല്ലോ അത് സൃഷ്ടിച്ചത്. സൃഷ്ടാവായ ദൈവം നോക്കിയിരിക്കുകയാണ് അതിനെങ്ങനെ കൊണ്ടുപോകണം, എത്ര സഹനം കൊടുക്കണം ഈ ജീവിതത്തിൽ. ഈ സഹനം കൊടുത്താൽ ഈ ആത്മാവ് അത് എടുക്കുമോ? അങ്ങനെ നന്നായി എടുക്കുമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അതൊക്കെ പദ്ധതിയാണ്, കർത്താവിൻ്റെ പദ്ധതി. ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്രിസ്തുമസ് ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്യാൻസർ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ടെസ്റ്റിൽ മനസ്സിലായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത സ്റ്റൊമക്ക് റിമൂവ് ചെയ്ത സ്ഥലത്ത് തന്നെ രണ്ടാമത് ഒരു ഗ്രോത്ത്. അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇത് സ്പ്രെഡിങ് ക്യാൻസറാണ്, എപ്പോൾ വേണമെങ്കിലും പടരാം. മാത്രമല്ല എനിക്ക് ഇതുവരെ ക്യാൻസറിൻ്റെ ഒരു മരുന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കീമോതെറാപ്പി 8 എണ്ണം പറഞ്ഞു, 7 എണ്ണമായപ്പോഴേക്കും എൻ്റെ ബോഡി അത് റിജക്റ്റ് ചെയ്തു. അങ്ങനെ അത് അവസാനിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് ക്യാൻസറിന് യാതൊരു മരുന്നുകളും ഇല്ല. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ രണ്ടാമത്തെ ഗ്രോത്ത് വന്നു എന്ന് പറഞ്ഞത്. അതിനിടയിലാണ് ക്രിസ്തുമസിന് ഉണ്ണീശോ കേക്കുണ്ടാക്കി തന്നത്. അങ്ങനെയാണ് പിന്നീട് ഉണ്ണീശോ എൻ്റെ കയ്യിലേക്ക് വന്നത്. അങ്ങനെ ഉണ്ണി പലതരത്തിലും ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ പോയി, രാജഗിരി ഹോസ്പിറ്റലാണ് എല്ലാ ചെക്കപ്പുകളും ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നത്. കാരണം ആദ്യം കുഴഞ്ഞു വീണിട്ട് കൊണ്ടുപോയത് ഈശോ പറഞ്ഞ സന്ദേശം അനുസരിച്ച് അവിടേക്കാണ്. അങ്ങനെയാണ് അവിടെ എത്തിപ്പെടുന്നത്. ഇപ്പോൾ രണ്ടാമത് വലിയ സ്കാനിങ് കഴിഞ്ഞ് ഞാനങ്ങനെ റിപ്പോർട്ട് കാണിക്കാനായിട്ട്, റിപ്പോർട്ട് എൻ്റെ കയ്യിലല്ല ഡോക്ടറുടെ കയ്യിലാണ് കിട്ടുക, അത് കാണിക്കാൻ പോവാണ്. ഞങ്ങളെല്ലാം ഇപ്പോഴും രാജഗിരിയിലേക്ക് പോകുമ്പോൾ അവിടെ സെയിൻറ്റ് ആൻ്റണീസ് ഷ്രൈൻ ഉണ്ട്, കൊരട്ടി. കുറേ വലിയ മാലാഖമാരിങ്ങനെ നിന്നിട്ട് ഒരു വഴിയോരത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, ലാറ്റിൻ പള്ളി. അവിടെ ഞാൻ എപ്പോഴും കയറി പ്രാർത്ഥിക്കും. പോകുന്ന വഴിക്ക് പറ്റിയില്ലെങ്കിൽ വരുന്ന വഴിക്ക് കയറി പ്രാർത്ഥിക്കും. കാരണം അവിടെ ഉള്ള ആ ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അന്തോണീസ് പുണ്യവാളൻ. അത് എൻ്റെ ആങ്ങളെയാണെന്നാണ് ഞാൻ പറയുക.
എൻ്റെ ശരിക്കുള്ള ആങ്ങളയുടെ പേരും ആൻ്റണി എന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ അന്തോണീസ് പുണ്യാളൻ്റെ ഒരു വലിയ ഭക്തയാണ്. അവിടെ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് പവർ ഹൗസ് പരിശുദ്ധാമലോത്ഭവ മാതാവ്. ഇവർ രണ്ടുപേരും അവിടെയുണ്ട്. ഇവിടുത്തെ പ്രത്യേകത അതുപോലെ തന്നെ ഞാൻ ഏറ്റവും അധികം എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ ഔസേപിതാവാണ്. ഔസേപിതാവ് എൻ്റെ ജീവിതത്തിൽ കുറേ ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് ഇടപെടലുകൾ ഔസേപിതാവിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 3 പേരെയും വളരെ ശക്തമായിട്ട് മാധ്യസ്ഥത്തിനായിട്ട് വിളിക്കും. രോഗം മാറാനല്ല കേട്ടോ, എൻ്റെ ഈ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടി ഞാൻ അവരെ വിളിക്കും. കാരണം 3ഉം ഭയങ്കരമായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങൾക്ക് ഉടമസ്ഥരാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ഔസേപിതാവിനെയും മാതാവിനെയും അന്തോണീസ് പുണ്യാളനെയും വിളിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ 3 പേരുടെ കയ്യിലാണ് ഒക്കത്ത് ഉണ്ണിയിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ സ്റ്റാച്ചു കണ്ടിരിക്കുന്നത്. ഉണ്ണീശോവിനെ എടുത്ത് നിൽക്കുന്ന 3 പേരാണിവർ. അപ്പം ഞാനെപ്പോഴും പറയേ അന്തോണീസ് പുണ്യാളനോട്, നിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയുടെ മുഖം നിൻ്റെ അടുത്ത് വരുന്ന സമയമുണ്ടല്ലോ, ഈ കളിച്ച് ഉണ്ണി കുറുമ്പൊക്കെ കാണിച്ചിട്ട് അന്തോണിയുടെ അടുത്തേക്ക് മുഖം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നീ ഉമ്മ കൊടുക്കാറില്ലേ? ആ ഉമ്മ കൊടുക്കണതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ശരിയല്ല, എൻ്റെ ഹൃദയം ശരിയല്ല, എനിക്ക് കുറേ കുറവുകളുണ്ട്. ആ കുറവുകളൊക്കെ നിറവുകളാക്കിയിട്ട് നിൻ്റെ കയ്യിൽ ഉണ്ണി വന്നതുപോലെ എൻ്റെ കയ്യിലും ഉണ്ണി വരാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോളൂ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന. അല്ലാതെ കുറേ എണ്ണി തിട്ടപ്പെടുത്തിയൊന്നും പ്രാർത്ഥിക്കാനായിട്ടുള്ള ആരോഗ്യമില്ല ഇപ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ പറയും, എപ്പോഴും അങ്ങനെയാണ് ഞാൻ പറയുക. അതുപോലെ തന്നെ ഔസേപിതാവിനോട് ഞാൻ പറയും, ഔസേപിതാവേ, നിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഉമ്മം വയ്ക്കുമ്പോൾ ആ ചെവിട്ടിൽ എൻ്റെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞോളൂ എന്ന്. പിന്നെ മാതാവിൻ്റെ കാര്യം പറയണ്ട, എപ്പോഴും ഉണ്ണി കയ്യിലല്ലേ. എപ്പോഴും മാതാവിനേക്കാൾ കൂടുതൽ ഔസേപിതാവിൻ്റെ കയ്യിലാണ് ഉണ്ണി. മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നൂല് നൂറ്റുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തേനട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മോന് വേണ്ടിയിട്ട്. വർക്ക്ഷോപ്പിൽ പണിയുന്ന ഔസേപിതാവിനും ഉണ്ണിക്കും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഉണ്ണി എപ്പോഴും ഔസേപ്പിൻ്റെ കൂടെയാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് പുളിങ്കൊമ്പ് പിടിക്കാൻ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഔസേപിതാവിനെ പിടിച്ചാൽ മതി, സകല കാര്യം മധ്യസ്ഥൻ. അപ്പം ഈ 3 പേരുടെ കയ്യിലും ഉണ്ണി ഇങ്ങനെ കളിക്കുമ്പോൾ ഞാൻ പറയും, ഉണ്ണി കളിച്ച് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉമ്മൻ തരുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. അങ്ങനെ ഉമ്മൻ തരുമ്പോൾ പെട്ടെന്ന് ഉണ്ണിയുടെ ചെവിയിൽ പാപിയായ എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞോളോ എന്ന് ഈ 3 പേരോട് മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ടിന് വേണ്ടി പോയി റിപ്പോർട്ട് കാണിക്കാൻ പോകുന്ന സമയത്ത് കൊരട്ടി സെൻറ്റ് ആൻ്റണീസ് ട്രെയിനിൽ ഇറങ്ങി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ ഈശോ എന്നോട് പറഞ്ഞു, ഇത് നിനക്ക് ജീവനുണ്ടാകാനാണ് ഞാൻ ഇടപെടാൻ പോകുന്നതെന്ന്. അപ്പം എനിക്ക് മനസ്സിലായിരുന്നു എന്തായിരിക്കും അങ്ങനെ. പക്ഷേ ഇതുപോലെ ഉണ്ണീശോ അത്ഭുതം നടത്തുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ സെൻറ്റ് ആനീസ് ട്രെയിനിൽ കയറി ചെന്നപ്പോൾ അവിടുത്തെ നല്ലൊരു തക്കുട് പോലത്തെ ഉണ്ണീനെ അൽത്താരയുടെ താഴത്തുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാനങ്ങനെ എല്ലാ പള്ളികളിലും ഇപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ഉണ്ണികളെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണീശ്വരനെ കാണാൻ. ഞാൻ ആ ഉണ്ണീശ്വരൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ നീ ഇങ്ങനെ തക്കുടായിട്ട് കിടക്കാണല്ലോ, നീ എപ്പോഴും അന്തോണിയുടെ കയ്യിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നേ ഞാൻ ചോദിച്ചു. ഞാൻ വെറുതെ അത് തമാശ, എപ്പോഴും ഇതുപോലെ ഓരോ തമാശകൾ പറഞ്ഞ കാരണം ഞാൻ ചോദിച്ചു, നീ അന്തോണിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്തിനാ ഇവിടെ വന്ന് കിടക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ണീശോ മറുപടി തന്നു. ഉണ്ണീശോ പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്ന് ബഹളം കൂട്ടിയപ്പോൾ അന്തോണി എന്നെ ഇവിടെ കൊണ്ട് കിടത്തിയതാ എന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണോ, എന്തിന് ബഹളം കൂട്ടിയത്? ഉണ്ണീശോ പറഞ്ഞു, ഞാൻ ബഹളം കൂട്ടിയത് എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് നിങ്ങളെ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്തോണിയോട് പറഞ്ഞത് എന്നെ അവിടെ കൊണ്ട് കിടത്താൻ. അങ്ങനെ അന്തോണി എന്നെ ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുക. ഇപ്പം എനിക്ക് നിങ്ങളെ അടുത്ത് കാണാലോ. നിങ്ങൾ എൻ്റെ അടുത്ത് എന്തോരം കാര്യങ്ങളാണ് വന്ന് പറഞ്ഞത്, എന്തോരം വിഷമങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത്. എത്ര പേരെന്നെ ഉമ്മ വെച്ച് പോയി. എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ, നിങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ താങ്ങായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
അതുകൊണ്ട് ഞാൻ അന്തോണിയോട് പറഞ്ഞു എന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന് കെടുത്ത് എന്ന് ബഹളടിച്ചപ്പോൾ അന്തോണി എന്നെ കൊണ്ടുവന്ന് കെടുത്തിയതാ കേട്ടോ എന്ന്. പ്രിയ കൂട്ടുകാരെ, ഞാൻ എൻ്റെ ഉണ്ണീശോയോട് പറഞ്ഞു, ദൈവമേ ഇങ്ങനെയാണ് നീ ഇവിടെ വന്നത്, അപ്പം നിൻ്റെ അമ്മയോ, അമ്മയുടെ കയ്യിൽ നിന്ന് എന്തിനാ ചാടിപ്പോന്നത്? അപ്പോൾ ഉണ്ണി പറഞ്ഞു, ഞാൻ അമ്മയുടെ കയ്യിലിരുന്നിട്ടും ബഹളം ഉണ്ടാക്കി, എന്നെ വേഗം കൊണ്ട് കിടത്താൻ പറഞ്ഞു. അപ്പം അമ്മ കൊണ്ട് കിടത്തിയതാ. ഈ 3 പേരും ഉണ്ണി ബഹളടിച്ചപ്പോൾ ഇപ്പോൾ കൊണ്ട് കിടത്തിയിരിക്കുക അൾത്താരകളിൽ, അൾത്താരയുടെ സൈഡിൽ. ഈ ഉണ്ണീശോയുടെ 2025 ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്, തീർത്ഥാടക സഭ. ഈ ഉണ്ണിയുടെ അടുത്തേക്ക് ശരിക്കും എത്താനാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു, എന്തായാലും നന്നായി. അന്തോണിയുടെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും പരാക്രമടിച്ച് ബഹളടിച്ച് ഇവിടെ വന്ന് കെടുക്കുക, ഞങ്ങളുടെ ഈ തൊട്ടുമുത്തലൊക്കെ ഏറ്റുവാങ്ങാൻ അല്ലേ, പാപം നിറഞ്ഞ് ഞങ്ങളുടെ ഈ മുത്തലുകൾ. ഞാൻ ഉണ്ണീശോയോട് പറഞ്ഞു, ഏതായാലും അന്തോണിയുടെ കയ്യിലില്ലല്ലോ, ഇപ്പോൾ അമ്മയുടെ കയ്യിലും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഉണ്ണിയോടൊരു കാര്യം പറയാം, വേഗം എന്നെ നിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകണം, എനിക്ക് സന്തോഷം. അതല്ല ഇവിടെ കിടന്ന് ഇനിയും സഹിക്കണം എന്നാണെങ്കിൽ, പാപികളുടെ മാനസാന്തരം എൻ്റെ പാപത്തിന് പരിഹാരമൊക്കെ ആയിട്ട് കിടക്കണമെന്നാണെങ്കിൽ അതിനുള്ള ശക്തിയും തരണം, ഞാൻ പോവുക എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ ആശുപത്രിയിൽ ചെന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ റിപ്പോർട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആദ്യം ഭയപ്പാടോട് കൂടിയാണ് നോക്കിയത്. കാരണം ഇത് 2ാമത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോഴേ മുഖത്തൊരു വിഷമം, ഇനി ഇതിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുക, എൻ്റെ ബോഡി വീക്കായതുകൊണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണമൊക്കെ കുറേശ്ശെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഹോ സമാധാനം എന്ന്. ഞാൻ എന്ത് സംഭവിച്ചു ഡോക്ടറെ? ഡോക്ടർ പറഞ്ഞു, ഇതെന്താ പറ്റിയേ, ആ കണ്ടിരുന്ന ഗ്രോത്ത് ചുങ്ങിപ്പോയിരിക്കുന്നല്ലോ എന്ന്. പ്രിയ കൂട്ടുകാരെ, എനിക്ക് മനസ്സിലായി, ഈ അന്തോണിയുടെയും ഔസേപ്പിൻ്റെയും പരിശുദ്ധാമ്മയുടെയും കയ്യിൽ നിന്ന് ബഹളടിച്ച് ഇറങ്ങി വന്ന ഉണ്ണീശോ നമ്മുടെ ഇടയിൽ നമുക്കായിട്ട് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഉണ്ണി എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. പദ്ധതിയിൽ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, നമ്മുടെ പദ്ധതിയിൽ അതുണ്ടെങ്കിൽ മാത്രം ഉണ്ണി പ്രവർത്തിക്കും. അങ്ങനെ ഈ 2025 വർഷം അവസാനത്തെ ദിവസങ്ങളിൽ ഉണ്ണീശോ 3ാമതൊരു അത്ഭുതം കൂടെ നടത്തിയിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അരശിച്ചിട്ട് ക്യാൻസറൊക്കെ മാറി പരിപൂർണ്ണ സൗഖ്യമായിരുന്നു, അങ്ങനെ ഇല്ല കേട്ടോ. ഒരു 6 മാസത്തേക്ക് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ട, അല്ലെങ്കിൽ ഈ ഗ്രോത്ത് എടുക്കണമെങ്കിൽ തന്നെ ഒരു ഓപ്പറേഷൻ വേണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അതിനൊക്കെ ഒരുങ്ങിയിട്ടാണ് പോയത്. പക്ഷേ സുഭാഷിതം 16:1 പറഞ്ഞ പോലെ മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ്. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, കർത്താവ് എല്ലാം ഫലമുള്ളതാക്കി തീർക്കും. നമ്മൾ പല കാര്യങ്ങളും പറയും, ഞാൻ എപ്പോഴും പറയും, എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും പറയും, ചേച്ചി ഇങ്ങനെ തിരക്ക് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല, സമയമാകുമ്പോഴേ കൊണ്ടുപോകുള്ളൂ, ഞങ്ങൾ പ്രാർത്ഥിക്കും കൊണ്ടുപോരുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ പൊന്ന സഹോദരങ്ങളെ, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചാൽ എന്നെ ഇവിടെ ഇട്ടാൽ ഞാൻ പാപം ചെയ്യും, പിന്നെ ആ പാപത്തിന് കൂടി പരിഹാരം ചെയ്യണ്ടേ. അതുകൊണ്ട് എത്രയും വേഗമായാലും അത്രയും കുറവ് പാപമല്ലേ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അവർ കേൾക്കണവർ പറയും, അത് തമ്പുരാനാണ് നിശ്ചയിക്കുന്നത്. ചേച്ചി തന്നെയല്ലേ പറയാറ്, ജലം 29:11. അപ്പോൾ തമ്പുരാൻ നിശ്ചയിച്ചോളൂ, ചേച്ചി അങ്ങനെ ഒന്നും നിശ്ചയിക്കണ്ട. എന്തായാലും ദൈവത്തിൻ്റെ പദ്ധതി ഒരു 6 മാസത്തേക്ക് കൂടെ എന്നെ നീട്ടിത്തന്ന് ആ ഒരു ചിന്തകളൊന്നും ഇല്ലാതെ ഈശോയ്ക്ക് എന്തൊക്കെയോ പ്രവർത്തിക്കാനുണ്ട്. അതുകൊണ്ട് ഈശോ 2ാമതും ഒരു ചാൻസ് തന്നിരിക്കുകയാണ്. ഇത് വിചാരിച്ച് ക്യാൻസർ പോയി എന്നല്ല കേട്ടോ, അത് എപ്പോൾ വേണമെങ്കിലും 6 മാസം കഴിയുമ്പോഴോ 10 മാസം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തിരിച്ചു വരും. എങ്കിലും ഇപ്പോൾ ഉണ്ണീശോ ചെയ്ത ആ അത്ഭുതം നിങ്ങളോട് അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഉണ്ണീശോ എനിക്ക് മാത്രമല്ല കേട്ടോ, വാട്സപ്പിൽ മെസ്സേജുകൾ ഇങ്ങനെ കുന്നുകൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, അനുഭവങ്ങളുണ്ടായിട്ട്, അടയാളങ്ങൾ കിട്ടിയിട്ട്. എനിക്ക് മാത്രമല്ല കേട്ടോ ഈ വട്ടയപ്പം ഉണ്ടാക്കി തരുന്നതും അല്ല കേക്ക് ഉണ്ടാക്കി തന്നതും. അങ്ങനെ ഉണ്ണീശോ പലരുടെ അടുത്തും ഇടപെടുന്നുണ്ട് എന്ന്.
പ്രിയ കൂട്ടുകാരെ, രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നാൽ എനിക്ക് അവിടെയുണ്ട് ഉണ്ണിയെ താങ്ങി പിടിച്ചു നിൽക്കുന്ന 2 പേര്, ഈ അമ്മയും അപ്പനും. ആ കയറി ചെല്ലുന്ന പള്ളിയിൽ തന്നെ വലത്തുവശത്ത് ഔസേപ്പിതാവും ഇടത്തുവശത്ത് പരിശുദ്ധാമ്മയും ഉണ്ണീനെയും കയ്യിലേറ്റി നിൽക്കുകയാണ്. ഞാൻ അവരോടും പറഞ്ഞു, കയ്യിലിരിക്കുന്ന ഉണ്ണീശ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വയ്ക്കുമല്ലോ, സ്നേഹം കൂടുമ്പോൾ അമ്മേനെയും അപ്പനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വയ്ക്കുമല്ലോ. ആ ഉമ്മ വയ്ക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ മോചിക്കണേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അങ്ങനെ ഉണ്ണീശോ ചെയ്ത ഈ അത്ഭുതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ മറ്റൊരു വിഷയം കൂടിയുണ്ട് കേട്ടോ. എനിക്കാണ് കർത്താവിൻ്റെ പദ്ധതിയിൽ ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ. എന്നാൽ എൻ്റെ ജീവിത പങ്കാളിക്ക് നിങ്ങൾക്കറിയാം, ഫ്രാൻസിസിന് പാൻക്രിയാസിൽ ക്യാൻസറുണ്ട്. പാൻക്രിയാസിൻ്റെയും ആമാശയത്തിൻ്റെയും ലിവറിൻ്റെയും ജംഗ്ഷനിലാണ് ഈ മുഴ. അവർക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല സഹനത്തിൻ്റെ പാതയിലൂടെയാണ്. 2 പേർക്കൊരു വീട്ടിൽ ക്യാൻസർ, 2 പേർക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ എല്ലാം പാപികളുടെ മാനസാന്തരത്തിന് ഈശോയുടെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് ഏട്ടൻ്റെ സ്കാനിങ്, ചെറിയൊരു സ്കാനിങ് നടത്തി നോക്കിയപ്പോൾ ഫ്രാൻസിസ് ഏട്ടൻ്റെ മുഴ വലുതായിക്കൊണ്ടിരിക്കുക. അവർ പുഷ് ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് ഈശോയുടെ സന്ദേശമില്ല. മാത്രമല്ല വലിയ വലിയ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വരാനായിട്ട് ഇപ്പോഴേ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വേറെ എന്തെങ്കിലും ചെയ്യാം, അത് പിന്നീട് ആലോചിക്കാമെന്ന്. അപ്പോൾ 2 പേരും ക്യാൻസർ രോഗികൾ, 2 പേരും അവിടത്തേക്ക് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഈശോ 2 പേർക്കും വേറെ വേറെ വിധിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ആളുകൾക്കാണ് സൗഖ്യം, ഏത് ആളുകൾക്കാണ് സൗഖ്യം വേണ്ടാത്തത്, എന്തുകൊണ്ടാണത് അല്ല ഈശോയ്ക്കറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് പോകുമ്പോൾ എല്ലാം സൗഖ്യമാണെന്ന്. ഇല്ല, സൗഖ്യമല്ല. സൗഖ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈശോ സൗഖ്യം നമുക്ക് തരികയുള്ളൂ. അങ്ങനെ ഈ വർഷത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിൽ ഈ ഒരു അത്ഭുതം കൂടെ ഉണ്ണീശോ നടത്തി എന്ന് പറയാനാണ് ഞാനിത് ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് വന്നത്. പ്രിയ കൂട്ടുകാരെ, 2025 കഴിയാറായി. 2026 എല്ലാ വർഷവും എടുക്കുന്ന പോലെ കുറേ തീരുമാനങ്ങൾ എടുക്കും, അത് പ്രാക്ടീസ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഈ വർഷം കുറേ തീരുമാനങ്ങളൊന്നും എഴുതി വയ്ക്കേണ്ട. ഒരൊറ്റ കാര്യം മാത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുപോയാൽ മതി. നമ്മുടെ ഈ വർഷത്തെ എല്ലാ പ്രാർത്ഥനകളും ആത്മാക്കളെ രക്ഷിക്കുക, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാം എന്ന്. അതാണ് സെഗദാഷിയോടും അതുപോലെ തന്നെ ഫാത്തിമായിലും അതുപോലെ തന്നെ എലിസബത്ത് സാൻഡയോടും അങ്ങനെ ഈശോ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇതാണ്. നമ്മുടെ ഓരോ പ്രവൃത്തികളിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ 2026 അവിടുത്തെ പോലെ രാജ്യം ഇവിടെയുമാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രിയ സഹോദരങ്ങളെ, ഈ 2026 ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം ഇവിടേക്ക് വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ തന്നെ ഇവിടെയും വരണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് എന്താണ് ചെയ്യേണ്ടത്? സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെങ്കിൽ സ്വർഗം സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്, വിശുദ്ധി കൊണ്ട് നിറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ ഈ ജീവിതവും സ്നേഹം കൊണ്ട് നിറയാൻ, ക്ഷമ കൊടുക്കാൻ, മാപ്പ് പറയാൻ, അതുപോലെ സ്നേഹത്തിലുള്ളൊരു രാജ്യം ഈ ലോകത്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ 2026 വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യാതെ കാണുന്നവരെയും കണ്ടുമുട്ടിയവരെയും ഉള്ളിൽ സ്നേഹിക്കാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് അതിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ നമ്മുടെ സ്നേഹം ഇവിടെ നിറഞ്ഞു കഴിയുമ്പോൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അവിടുത്തെ രാജ്യം വരും.
രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഈ 2025 ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, സ്വർഗപിതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും ആരാധനയും നമ്മൾ സമർപ്പിക്കണം. ഇനി പുതുവർഷം തുടങ്ങുമ്പോൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈ പുതുവർഷത്തിൽ അങ്ങയുടെ രാജ്യം ഇവിടെ വരാൻ വേണ്ടി സ്നേഹത്തിൽ ജീവിക്കാൻ, ക്ഷമിച്ചും പൊറുത്തും മറന്നും ജീവിക്കാൻ വേണ്ട വലിയ കൃപാവരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2026 നല്ല ഒരു വർഷമാകട്ടെ. ധാരാളം ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ഓരോ മക്കളും പാപം ചെയ്യുമ്പോൾ ഈശോ വേദനിക്കുകയാണ്. ആ വേദനയിൽ നമുക്കൊരു ആശ്വാസം കൊടുക്കാനായിട്ട് കഴിഞ്ഞെങ്കിൽ, അതുപോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, അവിടുത്തെ രാജ്യം ഇവിടെയും ആകണം. അത് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സകലവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരു നല്ല വർഷം ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, അതിനേക്കാൾ ഉപരി ഈശോ തന്ന ഒരു എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ് എല്ലാവരോടും മാപ്പ് ചോദിക്കാനായിട്ട്. ഈ പുതുവർഷത്തിൽ അഹങ്കാരം കൊണ്ട് നിറഞ്ഞ മക്കൾ ദൈവത്തിന് നിന്ദിച്ച് ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അനേകം മക്കളുണ്ട്. ഞാനല്ല പാപം ചെയ്തത്, ഞാനല്ല തെറ്റുകാർ, അവരാണ്. അങ്ങനെ പറയുന്ന മക്കൾക്ക് വേണ്ടി പരിഹാരമായിട്ട് നമ്മുടെ കുടുംബക്കാരോട്, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിക്കാനാണ്, മാപ്പ് പറയാനാണ് ഈ വർഷത്തിൽ ഈശോ തന്നിട്ടുള്ള ഒരു നിയോഗം. അതുകൊണ്ട് ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സകലരോടും മാപ്പ് പറയുക. എല്ലാവരോടും മാപ്പ് പറയുമ്പോൾ നമ്മൾ എളിമയുടെ തരത്തിലേക്ക് എത്തും. നമ്മൾ പാപികളാണ് എന്നുള്ള തിരിച്ചറിവ്, അതാണ് ഈ പുതുവർഷത്തിന് നമുക്ക് വേണ്ടത്. നമ്മൾ എളിമ കൊണ്ട് നിറഞ്ഞാൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ നിമിഷങ്ങൾ, ഈ അവസരം ഉപയോഗിക്കുകയാണ്. എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ അപാകതകൾക്കും മാപ്പാക്കണമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ പുതുവർഷം നമുക്ക് നമ്മുടെ ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ട് നമുക്ക് നോക്കാം. ഉണ്ണീശോയെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉണ്ണീശോ സകല കാര്യങ്ങളും നമുക്ക് സാധിച്ചു തരും. അതിനായിട്ട് നമുക്ക് കൂട്ടുപിടിക്കാം വിശുദ്ധ ഔസേപ്പിതാവിനെ. ഈ ഔസേപ്പിതാവ് എൻ്റെ ജീവിതത്തിൽ കുറേ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഔസേപ്പിതാവ് തന്നെയാണ് ഇടപെട്ടിരിക്കുന്നത്. കാരണം ഞാൻ ഈ ഒരു 3 മാസത്തെ ഗ്യാപ്പിൽ ഔസേപ്പിതാവിൻ്റെ ഒരു ഇടപെടലുള്ള ഒരു സാധാരണ ഒരു വൈദ്യരെ കണ്ടിരുന്നു. വൈദ്യരെന്നും പറയാൻ പറ്റില്ല, ഹോമിയോ അല്ല, ആയുർവേദമല്ല, സാധാരണ ഒരു മർമ്മ ചികിത്സയുള്ളൊരു വൈദ്യർ. കുറച്ച് മരുന്നൊക്കെ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു പൊടിക്കൈ എന്നോട് ഉപയോഗിക്കാനും പറഞ്ഞ് ഞാൻ ചെയ്തിരുന്നു. അത് എന്നുമൊന്നും കഴിച്ചിട്ടില്ല, എങ്കിലും അത് കഴിച്ചിരുന്നു. ഞാനത് കഴിക്കുമ്പോഴൊക്കെ ഔസേപ്പിതാവിനോട് പറയും, ഔസേപ്പിതാവേ, നീയാണ് ഇത് തരുന്നത് എന്ന് വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ചിലപ്പോൾ അതും ഇതിനൊരു നിമിത്തമായിട്ടുണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഔസേപ്പിതാവിൻ്റെ വലിയ ഇടപെടൽ ഓരോ വർഷവും എനിക്കുണ്ടാകുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഈ പങ്കുവയ്ക്കൽ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷം എന്നോടും എൻ്റെ ജീവിത പങ്കാളിയോടും ഈശോയും മാതാവും ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പം ഞാൻ പറയില്ല, 3 മാസം കൊണ്ട് അതുണ്ടാക്കണം. നമുക്കിപ്പോൾ സങ്കീർത്തനം 97:3 അഗ്നി നമ്മുടെ ചുറ്റും വയ്ക്കാം. നമ്മൾ പറയുന്ന കാര്യമൊന്നും സാത്താൻ പൈശാചിക രൂപികൾ കേൾക്കാൻ പാടില്ല. അവൻ നോക്കിയിരിക്കും നമ്മൾ എന്തൊക്കെ പദ്ധതികളാണ് ഈ പുതുവർഷത്തിൽ എടുത്തിരിക്കുന്നത്, ആരൊക്കെയാണ് ഡയറിയിൽ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നത്, അതൊക്കെ തകർക്കാനായിട്ട് അവനിങ്ങനെ ഓടി നടക്കും. അതുകൊണ്ട് പലപ്പോഴും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സങ്കീർത്തനം 97:3 അഗ്നി കെട്ടണം. അല്ലെങ്കിൽ സാത്താൻ അറിയാതിരിക്കുന്നതാണ് നല്ലതെങ്കിൽ അത് നമ്മൾ ഒരിക്കലും പറയണ്ട.
അവന് പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് അവന് അറിയാൻ പറ്റില്ല. നമ്മുടെ മുഖഭാവങ്ങളിലൂടെ അവൻ ഊഹിക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ. വേർഡായിട്ട് പുറത്ത് വന്നാൽ അതവന് കേൾക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചത്. നമ്മൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിലാണ്. നിങ്ങളോട് ഓരോരുത്തരോടും പറയും, ഈശോ ഈ പുതുവർഷത്തിൽ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട്. ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം ഉണ്ടാക്കണം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ സാധനം ഉണ്ടാക്കി കിട്ടാൻ. അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്താണ് ഉണ്ടാക്കിയിരുന്നത് എന്ന്. നമുക്ക് ഈ പുതുവർഷത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ ലക്ഷ്യമേ വേണ്ടൂ, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ നേടിത്തരാൻ നിനക്ക് പറ്റുമോ? അതാണ് ഈശോയുടെ ആവശ്യം. ഈശോ എപ്പോഴും വിഷമിക്കുന്നത് തൻ്റെ സൃഷ്ടികളൊക്കെ നഷ്ടപ്പെട്ടു പോവാണ്. എലിസബത്ത് സാൻഡയോട് പറഞ്ഞില്ലേ, നശിച്ചു പോവുക എന്ന വാക്ക് ഈശോയ്ക്ക് ഇഷ്ടമല്ല. നശിച്ചു പോകരുത് ആരും. നമുക്ക് അവസാനം വരെ പാപികൾക്ക് മാനസാന്തരം വരാൻ, എളിമ വരാൻ ഈ വർഷം പ്രാർത്ഥിക്കാൻ കേട്ടോ. അതായിരിക്കട്ടെ നമ്മുടെ നിയോഗം. അനേകം പാപികൾക്ക് മാനസാന്തരം വരണം. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരണം. അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ പാപികളും മാനസാന്തരപ്പെട്ട് പിതാപുത്ര പവിത്രാത്മൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം എളിമയോടെ. അപ്പോൾ അവിടുത്തെ പോലെ ഇവിടെയുമാകും. പ്രിയ സഹോദരങ്ങളെ, ഓർക്കണേ, ഞങ്ങളൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതുണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ ഉണ്ണീശോ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഔസേപിതാവ് വഴി തന്ന ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ തൃത്വത്തിന് നന്ദി പറയുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു, ഔസേപിതാവിന് നന്ദി പറയുന്നു, അന്തോണിസ് പുണ്യാവിന് നന്ദി പറയുന്നു. ഇവരെല്ലാം ഉണ്ണീനെ കൊണ്ടു നടക്കുന്നവരാണ്. അവർ വേണമെങ്കിൽ ഉണ്ണി ഇങ്ങനെ ഉമ്മ വെച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാകും. അതായിരിക്കും. അപ്പോൾ അവരെല്ലാവരും കൂടി ഇപ്പോൾ എൻ്റെ ജീവിതം കുറച്ച് നാളത്തേക്ക് നീട്ടി തന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അധികം നീട്ടരുത്. നമ്മൾ പാപത്തിൽ ഇങ്ങനെ കിടന്ന് നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവിടേക്ക് പോവുകയാണ്. പക്ഷേ ഉണ്ണീശോ പറയുന്നു, നീ ഇവിടെ നിൽക്കണം. ഇവിടെ നിന്നിട്ട് കുറേ സഹനങ്ങൾ ഇനിയും ഏറ്റെടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ആ സഹനങ്ങളിൽ പിടിച്ച് നിന്നില്ലെങ്കിൽ എല്ലാം പോയി, പിന്നെ ഈ പ്രവർത്തിച്ചതൊക്കെ പോയി. ഇല്ല, ഈശോ അങ്ങനെ ചെയ്യില്ല. ഈശോ നമ്മുടെ കൂടെയുണ്ട്. സഹനത്തിൽ നമ്മളെ കൈപ്പിടിച്ച് നടത്താൻ ഉണ്ണീശോ ഉണ്ടാകും, ഈശോ ഉണ്ടാകും. ഉണ്ണീശോ എന്നിപ്പോൾ പറയുന്നത് ഇത് ഉണ്ണീശോയുടെ സീസണാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മനസ്സിൽ കാണുന്ന ഈശോയുടെ രൂപം കുരിശിൽ കിടക്കുന്ന ഈശോയാണ്, പാടുപീടുകൾ സഹിക്കുന്ന ഈശോയാണ്. ഈശോയുടെ തിരുരക്തമാണ് എനിക്കുള്ള ഏകരക്ഷ. എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും നിങ്ങൾക്കെല്ലാവർക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഒരു നല്ല വർഷം, നന്മയുടെ ഒരു വർഷം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നേർന്നുകൊണ്ട് ആമേൻ.